നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം കെ മുരളീധരൻ തന്നെ പലപ്പോഴും പറഞ്ഞൊരു അല്ലെങ്കിൽ ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പാവപ്പെട്ടവരെയും നിരാലംബരെയും തെരുവിലിറക്കിയ ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി കേരളത്തിൽ നടത്തിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ഈ പരിപാടിയുടെ ഇടയിലേക്ക് കരിങ്കൊടിയുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ പ്രതിഷേധം ഉണ്ടായില്ല. അവിടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ മേലെയുള്ള അല്ലെങ്കിൽ ഭരണ സംവിധാനവുമായി ഒരു സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതനായ അധികാരിയായ മുഖ്യമന്ത്രി നടത്തുന്ന പൊതുജനങ്ങളുമായി സംവദിക്കാൻ നടത്തുന്ന പരിപാടി. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ആ ജനസമ്പർക്ക പരിപാടികൾ മണിക്കൂറുകളോളം കാത്തുകെട്ടി കിടക്കേണ്ട ഗതികേട് നമ്മുടെ സാധാരണക്കാരായ പൊതുജനത്തിനുണ്ടായി. ആംബുലൻസിൽ വന്ന് കിടക്കുന്നവരുണ്ടായിരുന്നു, തന്നെ തറയിൽ കിടന്നുറങ്ങുന്നവരുണ്ടായിരുന്നു, അവിടെ ആംബുലൻസിൽ തന്നെ കഴിയുന്നവരുണ്ടായിരുന്നു, സ്ട്രെച്ചറിൽ കിടന്നുറങ്ങുന്ന നിരാലംബരായ ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് കൂടി ഇതിനെ ഒരു വലിയ വിവാദ വിഷയമാക്കുകയോ സമരത്തിലേക്ക് പോവുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നവകേരള ബസ് എന്ന് പറയുന്ന ഒരു ബസ്, ഇതിനെക്കുറിച്ച് ബിജു പ്രഭാകർ എന്ന് പറയുന്ന ഒരു അതിൻ്റെ CMD ആയിരുന്ന കാലഘട്ടത്തിൽ ഈ ബസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് പിണറായി വിജയൻ്റെ നിർദ്ദേശമായിരുന്നില്ല അങ്ങനെ ഒരു ബസ് എടുക്കുകയും അതിനകത്ത് സൗകര്യങ്ങൾ ഒരുക്കിയത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നില്ല എന്നും പറയുന്നു. അതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ച ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസനങ്ങളായി അല്ലെങ്കിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം ആ ബസ്സിനുള്ളിൽ നടത്തിയിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്, ലിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ. എന്നാൽ ഇവിടെ അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്? ഈ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം എങ്ങനെയാണ് അതിനെ ദുർവ്യാഖ്യാനിച്ചത്? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ആവശ്യാനുസരണം അവർ പറഞ്ഞതനുസരിച്ച് അവർ നിർദ്ദേശിച്ചതനുസരിച്ച് ബസ്സിനുള്ളിൽ മാറ്റങ്ങൾ വരുത്തി. അതിൻ്റെ ഒരു വാഹനം, ആ ഭാരത് ബെൻസ് എന്ന് പറയുന്ന വാഹനം എടുക്കാനുള്ള കാരണത്തെക്കുറിച്ചും ബിജു പ്രഭാകർ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. അന്ന് അദ്ദേഹം CMD ആണ് KSRTCയുടെ. അപ്പോൾ പൊതുഭരണ വകുപ്പിൻ്റെ സെക്രട്ടറി വാങ്ങേണ്ടിയിരുന്ന, അല്ല അദ്ദേഹത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്ന വാഹനം KSRTCയുടെ CMDയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്.